ഹലോ എവരി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഫാർമ ഇൻസൈറ്റ്സ്. സോ ഞാൻ ഇന്ന് വീണ്ടും ഒരു 2 വേക്കൻസിയുടെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. സോ എൻ്റെ ചാനൽ ദയവായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. സോ നിങ്ങൾക്ക് വരുന്ന എല്ലാ നോട്ടിഫിക്കേഷനും കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. സോ നമുക്കറിയാം നമ്മൾ കേരളത്തിനകത്ത് മാത്രമല്ല പുറത്ത് മറ്റുള്ള സ്റ്റേറ്റിൽ വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ മറ്റുള്ള സ്റ്റേറ്റിലുള്ള ഫാർമസിസ്റ്റുകളുണ്ടാവും അല്ലേ. സോ അവർക്കൊക്കെ ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നമ്മൾ കേരളത്തിലുള്ള വേക്കൻസി മാത്രമല്ല ഷെയർ ചെയ്യുന്നത്, മറ്റുള്ള സ്റ്റേറ്റിലുള്ള വേക്കൻസി കൂടെയും അറിയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് മാക്സിമം ഈ ചാനലിലൂടെ. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ന്യൂസസും കാര്യങ്ങളും അപ്ഡേഷൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ എനിക്ക് കിട്ടുന്ന മാക്സിമം വേക്കൻസികളും ഈ ചാനലിൽ കൂടെ തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതാണ് കേട്ടോ. സോ നമുക്ക് ഫസ്റ്റ് വേക്കൻസി വന്നിരിക്കുന്നത് സെഡസ്കോ അല്ലെങ്കിൽ സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷനിലാണ് ആദ്യത്തെ ഒരു വേക്കൻസി കണ്ടത്. സോ നമുക്കറിയാം ഇതിൻ്റെ നമ്മൾ സെൻട്രൽ ഡ്രഗ് അല്ലെങ്കിൽ സെഡസ്കോ എന്ന് അടിച്ചു നോക്കിയാൽ നമുക്ക് കിട്ടും, അല്ലെങ്കിൽ സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ തന്നെ അടിച്ചാൽ നമുക്ക് അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഗൂഗിളിൽ കിട്ടും അല്ലേ. സോ അതിൻ്റെ നോട്ടിഫിക്കേഷൻ സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് വേക്കൻസീസ് നോട്ടിഫിക്കേഷനിൽ നമ്മൾ നോക്കിയിട്ട് അതിന് വേക്കൻസീസ് നമ്മൾ എടുക്കുക കേട്ടോ. സോ വേക്കൻസീസ് നമുക്ക് കാണാൻ പറ്റും. അതിൽ സെക്കൻഡ് വൺ, ദറ്റ് ഇസ് റിക്രൂട്ട്മെൻറ്റ് ഓഫ് 2 പോസ്റ്റ് ഓഫ് കോൺട്രാക്ച്വൽ സ്റ്റാഫ് ഇൻ NTTL മുംബൈ ടുബാക്കോ കൺട്രോൾ ഡിവിഷൻ DGHS മിനിസ്റ്റർ ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ അല്ലേ. അതിൻ്റെ ഒരു ഡൗൺലോഡ് PDF ഉണ്ട്, നമുക്കത് PDF ഡൗൺലോഡ് ചെയ്ത് നോക്കാം. സോ നമുക്ക് ഈ ഒരു ഇത് വരും, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ തന്നെയാണ് അല്ലേ. സർക്കുലർ ഉണ്ട്, അതിന് ഡേറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട്. സോ നമുക്ക് നോക്കാം. റിക്രൂട്ട്മെൻറ്റ് ഓഫ് സ്റ്റാഫ് ഫോർ നാഷണൽ ടുബാക്കോ ടെസ്റ്റിംഗ് ലബോറട്ടറി മുംബൈ ഓൺ പ്യുവർലി കോൺട്രാക്ച്വൽ ബേസിസ് ആണ് വിളിച്ചിരിക്കുന്നത് കേട്ടോ. സോ അതിൽ നാഷണൽ ടുബാക്കോ ടെസ്റ്റിംഗ് ലബോറട്ടറിയിലാണ് വിളിച്ചിരിക്കുന്നത്, മുംബൈയിലാണ് വിളിച്ചിരിക്കുന്നത്. ഓക്കെ. സോ ഡയറക്ടർ നാഷണൽ ടുബാക്കോ ടെസ്റ്റിംഗ് ലബോറട്ടറി മുംബൈ ഇൻവൈറ്റ്സ് ആപ്ലിക്കേഷൻ ഫ്രം എലിജിബിൾ കാൻഡിഡേറ്റ്സ് ഫോർ ദ ഫോളോയിങ് കോൺട്രാക്ച്വൽ പോസ്റ്റ് വിത്തിൻ 30 days ഓഫ് ദ പബ്ലിക്കേഷൻ ഓഫ് ദിസ് അഡ്വർടൈസ്മെൻറ്റ് ഇൻ ദ എംപ്ലോയ്മെൻറ്റ് ന്യൂസ്. സോ ഇവിടെ വിളിച്ചിരിക്കുന്ന 2 പോസ്റ്റിലേക്കാണ്. ഒന്ന് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ഉണ്ട്, ഒന്ന് ഇൻസ്ട്രുമെൻറ്റ് അറ്റൻഡൻ്റ് ഉണ്ട്. സോ 2 ഓരോ വേക്കൻസി വെച്ചാണ് വിളിച്ചിരിക്കുന്നത്. മാക്സിമം ഏജ് ലിമിറ്റും കൊടുത്തിട്ടുണ്ട്. സോ അതിൻ്റെ സാലറിയും നമുക്ക് അറിയാം 38,000-ഉം 18,000-ആണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. സോ 30 days ആണ് അതിൻ്റെ ടൈം പീരീഡ് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ളത് തന്നിരിക്കുന്നത്. സോ അതിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ എന്തൊക്കെ എലിജിബിൾ ക്രൈറ്റീരിയാസ് നമുക്ക് നോക്കാം. ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ആണെങ്കിൽ ഒരു പോസ്റ്റേ ഉള്ളൂ. ക്വാളിഫിക്കേഷൻ എന്തൊക്കെ എസെൻഷ്യൽ ചോദിച്ചിരിക്കുന്നത് MSc ബേസ്. നമുക്ക് B.Pharm അല്ലേ, B.Pharm ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ. B.Pharm വിത്ത് 3 years ഓഫ് എക്സ്പീരിയൻസ് ഇൻ കെമിക്കൽ, ഫിസിക്കൽ ഓർ ബയോളജിക്കൽ അനാലിസിസോ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉള്ളവർക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഡിസൈറബിൾ ആയിട്ട് ചോദിച്ചിരിക്കുന്നത് എക്സ്പീരിയൻസ് ഓഫ് ഓപ്പറേറ്റിംഗ് അനലിറ്റിക്കൽ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഒന്ന് ഓപ്പറേറ്റുള്ള എക്സ്പീരിയൻസ് വേണം കേട്ടോ. ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ടു ക്യാരി ഔട്ട് അനലിറ്റിക്കൽ സിന്തറ്റിക് വർക്ക് ആൻഡ് ടു പ്രിപ്പയർ 11 ടെക്നിക്കൽ റിപ്പോർട്ട്സ്. ഓക്കെ. ഇതാണ് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്. ഈ പോസ്റ്റിലേക്ക് B.Pharm വിത്ത് 3 years ഓഫ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക്, അനലിറ്റിക്കൽ എക്യുപ്മെൻറ്റ് എക്സ്പീരിയൻസും കാര്യങ്ങളുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. സോ നെക്സ്റ്റ് പറയുന്നത് ഇൻസ്ട്രുമെൻറ്റ് അറ്റൻഡൻ്റ് എന്ന് പറഞ്ഞുകൊണ്ടൊരു പോസ്റ്റ് ഉണ്ട്. അവിടെ നമുക്ക് ക്ലാസ് 12 തന്നിരിക്കുന്നത്. ഓക്കെ. 2 years ഓഫ് ലബോറട്ടറി എക്സ്പീരിയൻസ് ഉള്ളവരോടാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. സോ നമുക്ക് അടുത്ത B.Pharm ഉള്ളവർക്ക് ഫസ്റ്റത്തെ 38,000 സാലറി ഉണ്ട്. ആ ഒരു ഇതിനു വേണ്ടി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി ഇൻസ്ട്രക്ഷനും കാര്യങ്ങളും നമുക്ക് നോക്കാം. എലിജിബിൾ കാൻഡിഡേറ്റ്സ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ഉണ്ട്. 2 പോസ്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കും. ആപ്ലിക്കേഷൻ നമ്മൾ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പിയൊക്കെ, ഫോട്ടോ കോപ്പി ഓഫ് സർട്ടിഫിക്കറ്റിൻ്റെയൊക്കെ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ പറഞ്ഞ അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കുക. ഓഫ്ലൈൻ ആയിട്ടാണ് നമ്മൾ കൊടുക്കുക കേട്ടോ. ടു ദ ഡയറക്ടർ നാഷണൽ ടുബാക്കോ ടെസ്റ്റിംഗ് ലബോറട്ടറി മുംബൈ എന്ന് പറഞ്ഞുകൊണ്ട് ഈ അഡ്രസ്സിലേക്ക് നമ്മൾ അയച്ചു കൊടുക്കുക. 30 ദിവസമാണ് ടൈം നമുക്ക് തന്നിരിക്കുന്നത് കേട്ടോ. സോ ഓഫ്ലൈനായിട്ടാണ് നമ്മളിത് അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ. സോ നെയിം ഓഫ് ദ പോസ്റ്റ് നമ്മൾ ഇതിന് മുകളിൽ കൊടുക്കണം കേട്ടോ. ഔട്ടർ കവർ ഓഫ് ദ എൻവലപ്പിൽ നെയിം ഓഫ് ദ ഏത് പോസ്റ്റിനാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അത് എഴുതിയിരിക്കണം. ഇൻകംപ്ലീറ്റ് ആപ്ലിക്കേഷൻ ആണെങ്കിൽ റിജക്റ്റ് ചെയ്തിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ അല്ലെങ്കിൽ അതും റിജക്റ്റ് ചെയ്യും. ആപ്ലിക്കേഷൻ നമ്മൾക്ക് എന്താണ് ടൈമിനുള്ളിൽ തന്നെ വിത്തിൻ 30 days തന്നെ റിസീവ് ചെയ്തിരിക്കണം. ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് എല്ലാം നമ്മൾ വെരിഫിക്കേഷൻ ഇൻ്റർവ്യൂ ടൈമിൽ കൊണ്ടുവരണം. അതുപോലെ തന്നെ നമുക്ക് എന്താണ് TADO അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടത്തില്ല ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ എന്താണ് ചോദിച്ചിരിക്കുന്നത്, ഇതിൽ എങ്ങനെയാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് എന്തിന് ഇൻ്റർവ്യൂവിനോ റിട്ടേൺ ടെസ്റ്റിനോ വേണ്ടിയിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടാണ് ഫൈനലി നമ്മൾ സെലക്ട് ചെയ്യപ്പെടുന്നത്. ഓക്കെ. സോ അതാണ് ഒരു വേക്കൻസി വിളിച്ചിരിക്കുന്നത്. എന്താണ് ഇവിടെ സെഡസ്കോ, അതായത് റിക്രൂട്ട്മെൻറ്റ്സ് ഫോർ സ്റ്റാഫ് ഫോർ നാഷണൽ ടുബാക്കോ ടെസ്റ്റിംഗ് ലബോറട്ടറി മുംബൈയിൽ വന്നിരിക്കുന്ന ഒരു വേക്കൻസിയാണിത്. ഓക്കെ. സോ നെക്സ്റ്റ് വേക്കൻസി നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് വെച്ചാൽ
ടാറ്റ മെമ്മോറിയൽ സെൻറ്റർ. ഓക്കെ, അഡ്വാൻസ്ഡ് സെൻറ്റർ ഫോർ ട്രീറ്റ്മെൻറ്റ് റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ ഇൻ ക്യാൻസർ ആണ്, അവിടെയാണ് ഒരു വേക്കൻസി വന്നിരിക്കുന്നത്. സോ ഇവിടെ നമുക്ക് നോക്കുക, കരിയർ സെലക്ട് ചെയ്യുക. അപ്പോൾ അത് സെലക്ട് ചെയ്യുമ്പോൾ താഴേക്ക് നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ കണ്ടോ 21 വോക്ക് ഇൻ ഇൻ്റർവ്യൂ ഫോർ ദ പോസ്റ്റ് ഓഫ് ആയുഷ് ഫാർമസിസ്റ്റ്. ആയുഷ് ഫാർമസിസ്റ്റിൻ്റെ പോസ്റ്റിന് വേണ്ടിയിട്ട് വോക്ക് ഇൻ ഇൻ്റർവ്യൂ വിളിച്ചിട്ടുണ്ട്. സോ നമുക്കത് ഡൗൺലോഡ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വന്നിരിക്കുന്നതല്ലേ. സോ ഇത് നമുക്ക് നോക്കാം. ഇതിൽ വോക്കിൻ ഇൻ്റർവ്യൂ ഫോർ ദ ആയുഷ് ഫാർമസിസ്റ്റ് പോസ്റ്റാണ് വിളിച്ചിരിക്കുന്നത്. ഒരു പ്രൊജക്റ്റ് ബേസ്ഡ് ആണ് വിളിച്ചിരിക്കുന്നത്. ഏത് പ്രോജക്റ്റ്? ടു വർക്ക് ഓൺ ദ പ്രോജക്റ്റ് എൻടൈറ്റിൽഡ് റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ഇൻ ആയുഷ് കമ്പോണൻറ്റ് ഓഫ് ആയുർഗ്യാൻ എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത് കേട്ടോ. സോ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും വന്നിരിക്കുന്നത് DPharm, BPharm ഓർ DPharm, BPharm ഫ്രം എ റെക്കഗ്നൈസ്ഡ് കോളേജ് ഓർ യൂണിവേഴ്സിറ്റിയാണ് വിളിച്ചിരിക്കുന്നത്. ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഇൻ ആയുഷ് ഫാർമസിയാണ്, അതാണ് നമുക്ക് ഡിസൈറബിളായിട്ട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സാലറി 18,000 പെർ മന്ത് ആണ് വന്നിരിക്കുന്നത്. അത് നമുക്ക് നമ്മൾ കേരളത്തിൽ നിന്ന് പോയിട്ട് വർക്ക് ചെയ്യുന്നതല്ല, ഇവിടെയൊക്കെ താമസിക്കുന്ന ആൾക്കാർ മുംബൈയിലൊക്കെ നമ്മൾ ഫാർമസിസ്റ്റായാലും വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇത് പോയി നമുക്ക് വർക്ക് ചെയ്യാവുന്നതായിരിക്കും. ഓക്കെ, സോ 18,000 ആണ് സാലറി പറഞ്ഞിരിക്കുന്നത് പെർ മന്ത്. ഒരു പ്രോജക്റ്റ് ബേസ്ഡ് വർക്കാണ് വരുന്നത് കേട്ടോ. സോ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 6 മന്ത് ആണ്, അത് എക്സ്റ്റെൻഡബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദ വർക്ക് പ്രോഗ്രസ് ഓഫ് കാൻഡിഡേറ്റ് വിൽ ബി മോണിറ്റേർഡ് ആൻഡ് എക്സ്റ്റൻഷൻ ആഫ്റ്റർ 6 മന്ത് വിൽ ഡിപ്പെൻഡ് ഓൺ ദ സാറ്റിസ്ഫാക്ടറി പ്രോഗ്രസ് ഓഫ് ദ വർക്ക്. ഓക്കെ, അത് മോണിറ്റർ ചെയ്തിരിക്കും, അതനുസരിച്ചാണ് എക്സ്റ്റെൻഡ് ചെയ്യപ്പെടുന്നത് നമ്മുടെ വർക്കിനനുസരിച്ച്. എലിജിബിൾ കാൻഡിഡേറ്റ് മേ അറ്റൻഡ് ദ വോക്കിൻ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാലോ. വോക്കിൻ ഇൻ്റർവ്യൂ ആണ് ഫ്രൈഡേ 24th, ഡേറ്റ് കറക്റ്റായിട്ട് ഓർത്ത് 24th October 2025 ആണ്. അഡ്രസ്സ് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്, ടൈമും കൊടുത്തിട്ടുണ്ട്, റിപ്പോർട്ടിംഗ് ടൈമും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിനൊപ്പം നമുക്ക് എന്തൊക്കെ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. CV വേണം, ഫോട്ടോഗ്രാഫ് വേണം, പാസ്പോർട്ട് സൈസ്, ഒറിജിനൽ ആൻഡ് സെറോസ് കോപ്പീസ് ഓഫ് ദ ഓൾ സർട്ടിഫിക്കറ്റ്സ്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ്, വർക്ക് എക്സ്പീരിയൻസ്, ആധാർ കാർഡ് ആൻഡ് ID പ്രൂഫ്. ഇത്രയാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഇതുള്ളവർക്കൊക്കെ ഈ ഒരു ക്വാളിഫിക്കേഷൻ എല്ലാം മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലോട്ട് വോക്കിൻ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് നമുക്ക് 24th October ടൈമും തന്നിട്ടുണ്ട്, ആ ടൈമിൽ പോകാവുന്നതാണ്. ഓക്കെ, സോ ഇതാണ് നമുക്ക് സെക്കൻഡ് വേക്കൻസി ഇപ്പം ഞാൻ കണ്ടിട്ടുള്ളത്. സോ നിങ്ങൾക്ക് വരുന്ന എല്ലാ അപ്ഡേറ്റ്സും, അതായത് നമുക്ക് മറ്റുള്ള സ്റ്റേറ്റിലാണെങ്കിൽ പോലും നമുക്ക് എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. ഒരു പുതിയ ചാനലാണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എന്നാൽ മാത്രമാണ് എനിക്ക് ഒരു മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ കേട്ടോ. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു സോ മച്ച്.